തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. കൊലോസ്യർക്കെതിരെ ലേഖനം നമുക്കെടുക്കാം. നിങ്ങളെല്ലാവരും ബൈബിൾ തുറന്ന് കൊലോസ്യർക്കെതിരെ ലേഖനം നമ്മളത് വാക്യമായിട്ട് പഠിക്കാനാണ് ആഗ്രഹിക്കുന്നത്. ഓരോ വാക്യങ്ങൾ വാക്യം ബൈ വാക്യമായിട്ട് അതിൻ്റെ 1-2 വാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മളതിൻ്റെ ആമുഖം, പൊതുവെ പുസ്തകത്തിൻ്റെ ഒരു ആമുഖമാണ് കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ ചിന്തിച്ചത്. ഇപ്പോഴതിൻ്റെ 1-2 വാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം. ദൈവേഷ്ടത്താൽ ക്രിസ്തുയേശുവിൻ്റെ അപ്പോസ്തലനായ പൗലോസും സഹോദരനായ തിമോത്തിയോസും കൊലോസിയിലുള്ള വിശുദ്ധന്മാരും ക്രിസ്തുവിൽ വിശ്വസ്ത സഹോദരന്മാരുമായവർക്ക് എഴുതുന്നത്, നമ്മുടെ പിതാവായ ദൈവത്തിങ്കൽ നിന്ന് നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. അതിൻ്റെ 1-ാം വാക്യം പറയുന്നത് കൊലോസി ലേഖനം ആര് എഴുതിയെന്നും ആർക്ക് എഴുതിയെന്നുമാണ്. 1-ാം വാക്യം ആര് എഴുതി, ആർക്ക് എഴുതി. പൗലോസും ദൈവേഷ്ടത്താൽ ക്രിസ്തുയേശുവിൻ്റെ അപ്പോസ്തലനായ പൗലോസും സഹോദരനായ തിമോത്തിയോസും കൊലോസിയിലുള്ള വിശുദ്ധന്മാരും ക്രിസ്തുവിൽ വിശ്വസ്ത സഹോദരന്മാരുമായവർക്ക് എഴുതുന്നത്. ആരാണ് എഴുതിയത്? കൊലോസിയിൽ എഴുതിയത് ആരാണ്? സഹോദരനായ തിമോത്തിയോസും. ആർക്കെഴുതി? കൊലോസിയിലുള്ള വിശുദ്ധന്മാരും ക്രിസ്തുവിൽ വിശ്വസ്ത സഹോദരന്മാരുമായവർക്ക് എഴുതി. അതിനായിരിക്കും അങ്ങനെ പറഞ്ഞിരിക്കുന്നത്. പൗലോസും തിമോത്തിയോസും കൂടെ രണ്ടുപേരും കൂടിയിരുന്നാണ് എഴുതി. തിമോത്തിയോസ് അവിടെ ഉണ്ടോ അന്നേരം? ഇത് കാരാഗ്രഹമാണല്ലോ. പൗലോസ് കാരാഗ്രഹത്തിൽ കിടന്നുകൊണ്ട് ലേഖനം എഴുതുമ്പോൾ ഞാനും എൻ്റെ സഹോദരനായ തിമോത്തിയോസും കൂടിയാണ് എഴുതുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അവിടെ ഒരു വലിയൊരു പാഠമുണ്ട്. പൗലോസ്ലീഹയാണ് എഴുതിയത്, പക്ഷെ ഞാനും എൻ്റെ സഹോദരനായ തിമോത്തിയോസും കൂടി എഴുതിയെന്ന് പറഞ്ഞിരിക്കുന്നു. തൻ്റെ ലേഖനങ്ങളിലൊന്നും പൗലോസ്ലീഹ സ്വയം മഹത്വമെടുക്കുന്നതായിട്ട് നാം കാണുന്നില്ല. ഞാൻ എഴുതി, ഞാൻ എഴുതുന്നു, അല്ലെങ്കിൽ ഞാൻ കൽപ്പിക്കുന്നു എന്നിങ്ങനെ ഏത് ലേഖനങ്ങളെടുത്താലും തൻ്റെ ലേഖനങ്ങളിലൊന്നും സ്വയം മഹത്വമെടുക്കുന്നതായി നാം കാണുന്നില്ല. ക്രിസ്തുവിനെ ഉയർത്തിക്കാട്ടുക എന്ന ഏക ലക്ഷ്യത്തോടുകൂടെ സുവിശേഷ വേലയ്ക്ക് ഇറങ്ങിയ ആളാണ് പൗലോസ്ലീഹ. ചില പാഠങ്ങളെല്ലാം ആത്മീയത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ഒരു കൂട്ടായ്മ എന്ന് പറയുന്നത്, ഒരു സുവിശേഷ പ്രവർത്തനം എന്ന് പറയുന്നത് നമ്മളെല്ലാവരും കൂടി ചെയ്യുന്നതാണ്. നമ്മുടെ ഈ ഗ്ലോബൽ ഗോസ്പൽ ഫെലോഷിപ്പ്, അതിനകത്തിപ്പോൾ ഞാൻ ബൈബിൾ ക്ലാസ് എടുക്കുന്നു, അല്ലെങ്കിൽ ആരെങ്കിലും ഒരാൾ എഴുന്നേറ്റ് വചനം പറയുന്നു. വാസ്തവത്തിൽ ശരിയായി ആത്മാവിലുള്ളൊരു കൂട്ടായ്മ എന്ന് പറഞ്ഞാൽ നമ്മുടെ കൂട്ടായ്മയുടെ ഓരോ ശുശ്രൂഷകളും നമ്മൾ എല്ലാവരും കൂടെ ചെയ്യുന്നതാണ്. ഈ വ്യത്യാസം നാം കാണുന്നത് പെന്തക്കോസ്ത് നാളിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇറങ്ങിയ കാലം മുതലാണ്. ആ നാൾ മുതൽ അവിടെ നാം കാണുന്നുണ്ട്, പത്രോസ് എഴുന്നേറ്റ് പ്രസംഗിച്ചു. പക്ഷേ ബൈബിൾ എഴുതിയിരിക്കുന്ന വചനത്തിൽ, ദൈവവചനത്തിൽ എഴുതിയിരിക്കുന്നത് എന്താണ്? 14-ാം വാക്യം, 2:14. അപ്പോൾ പത്രോസ് 11 പേരോടുകൂടെ നിന്നുകൊണ്ട് ഉറക്കെ അവരോട് പറഞ്ഞത്, യഹൂദ പുരുഷന്മാരും യെരുശലേമിൽ പാർക്കുന്ന എല്ലാവരുമായുള്ളവരെ, ഇത് നിങ്ങൾ അറിഞ്ഞിരിക്കട്ടെ. എൻ്റെ വാക്ക് ശ്രദ്ധിച്ചു കൊള്ളുവീൻ. 11 പേരോടുകൂടെ പത്രോസാണ് പ്രസംഗിക്കുന്നതെങ്കിലും മറ്റ് 11 അപ്പോസ്തലന്മാരും കൂടെ ചേർന്ന് നിന്നുകൊണ്ട് 11 പേരോടുകൂടെ നിന്നുകൊണ്ടാണ് പറയുന്നത്. അപ്പോൾ ഒരു വലിയ പാഠം നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ കൂട്ടായ്മയുടെ ശുശ്രൂഷകളെല്ലാം നാം എല്ലാവരും കൂടിയാണ് നടത്തുന്നത്.
ഒരു ശുശ്രൂഷ എന്ന് പറഞ്ഞാൽ നാം എല്ലാവരും കൂടെ നടത്തുന്നതായ ശുശ്രൂഷയാണ്. ഇപ്പോൾ ദൈവവേലയ്ക്കായുള്ളതായ ദൈവമക്കൾ തോമസാറും രാജശേഖരനും ദൈവമക്കളെല്ലാവരും ഇപ്പോൾ തൃശ്ശൂർ വേലയ്ക്ക് വേണ്ടി പോയിട്ടുണ്ട്. അവർ വ്യാഴാഴ്ച വയനാട്ടിലേക്ക് വേലയ്ക്കായിട്ട് പോകും. അപ്പോൾ അവർ പോയി അവിടെ വേല ചെയ്യുന്നുവെങ്കിലും ആ വേല നാം എല്ലാവരും കൂടെ ചെയ്യുന്നതായൊരു വേലയാണ്. നമ്മുടെ ശരീര സാന്നിധ്യം ഇല്ലെങ്കിലും നാം മനസ്സുകൊണ്ട് നമ്മുടെ പ്രാർത്ഥനയിൽ അതോടുകൂടെ ചേർന്ന് നിൽക്കുന്ന ഒരനുഭവം. ഇപ്പം നമ്മുടെ ഓരോ ശുശ്രൂഷകളിലും ആരെങ്കിലും വചനം പറയുന്നു. ഞാൻ പറയുന്നത് ഈ വചനം പറയുന്നവർക്കും പ്രത്യേകിച്ച് വലിയ ഇതൊന്നും നമ്മൾ കാണേണ്ട കാര്യമൊന്നുമില്ല. എൻ്റെ അഭിപ്രായപ്രകാരം ഈ ഫോട്ടോ വയ്ക്കുന്നതിനോട് തന്നെ എനിക്ക് വ്യക്തിപരമായിട്ട് എതിർപ്പാണ്. പിന്നെ അങ്ങനെയൊക്കെ ചെയ്യുന്നു. കാരണം ഇപ്പം നമ്മുടെ ടി വിയിൽ പ്രോഗ്രാമുണ്ട്. ആരെങ്കിലും ഒരാൾ വചനം പറയുന്നുവെങ്കിലും അത് നമ്മളെല്ലാവരും കൂടെ ചെയ്യുന്നതായൊരു ശുശ്രൂഷയാണ്. എല്ലാവരും കൂടെ. നമ്മൾ പൗലോസ്ലീഹ ഇവിടെ ഇതിലൊന്നിലും താൻ സ്വയം മഹത്വമെടുക്കുന്നതായിട്ട് നാം കാണുന്നില്ല. ലേഖനങ്ങളിൽ ഒന്നിലും പൗലോസും സഹോദരനായ തിമോത്തിയോസും കൂടെ കൊലോസിയിലുള്ള വിശുദ്ധന്മാരും ക്രിസ്തു വിശ്വാസ സഹോദരന്മാരുമായവർക്ക് എഴുതുന്നത്. മാത്രമല്ല തൻ്റെ ശുശ്രൂഷകളിലെല്ലാം ക്രിസ്തുവിനെ ഉയർത്തിക്കാട്ടുക എന്ന ഏക ലക്ഷ്യത്തോടെയാണ് പൗലോസ് ഇറങ്ങിത്തിരിച്ചത്. ഇന്ന് നോക്കുമ്പോൾ പലരും സ്വയം മഹത്വമെടുക്കുന്നതിനും സ്വന്തം കൂട്ടായ്മയും സ്വന്തം പ്രസ്ഥാനവും വളർത്തുക എന്ന ലക്ഷ്യത്തോടെയും കൂടെ സുവിശേഷ വേലയ്ക്ക് ഇറങ്ങുന്നു. അതിൻ്റെ പരിണിത ഫലം എന്തായിരിക്കും? ആരും മാനസാന്തരപ്പെടുന്നില്ല. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് പ്രവർത്തിക്കാൻ കഴിയുന്നില്ല. വചനം ചെന്നാൽ മാനസാന്തരം നടക്കില്ല. ദൈവത്തിൻ്റെ വചനം പൂർണ്ണ ശക്തിയോടും ബഹുനിശ്ചയത്തോടും പരിശുദ്ധാത്മ നിറവോടും കൂടെ കടന്നു ചെന്നാൽ മാത്രമേ സഭയുണ്ടാകുകയുള്ളൂ, ആളുകൾ രൂപാന്തരപ്പെടുകയുള്ളൂ, മാനസാന്തരപ്പെടുകയുള്ളൂ. സ്വാർത്ഥമായ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി നാം സുവിശേഷ വേലയ്ക്ക് ഇറങ്ങിയാൽ ആത്മാവ് മാറി നിൽക്കും, സഭ രൂപപ്പെടില്ല, ജനം മാനസാന്തരപ്പെടില്ല. കുറേ ആൾക്കാരെ കൂട്ടാൻ പറ്റും, ശരിയാ. കുറേ ആളുകളെല്ലാം കൂട്ടാൻ നമുക്ക് പറ്റും. ആളുകളെ കൂട്ടി വരുത്താൻ ആൾക്കൂട്ടം ഉണ്ടാക്കാം. പക്ഷേ വിശ്വാസികൾ ഉണ്ടാവുകയില്ല. ആകയാൽ ഇതെല്ലാം നമ്മുടെ ഒരു പാഠമാകണം. നാം സുവിശേഷ വേല ചെയ്യുമ്പോൾ ഈ GGF വളർത്തുക എന്നുള്ളൊരു ചിന്ത നമ്മുടെ അകത്ത് ഒരു അണുവിൽ പോലും ഉണ്ടാകാൻ പാടില്ല. കാരണം നാം ഒരു പ്രസ്ഥാനം വളർത്താൻ ഇറങ്ങിയവരല്ല. വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കിക്കൊണ്ട് ആ യേശുവിനെ നോക്കുവാൻ ആളുകളെ പഠിപ്പിക്കുന്നു, പറഞ്ഞു കൊടുക്കുന്നു, ഉപദേശിക്കുന്നു. മറ്റൊന്നുമില്ല. ഇനിയിപ്പോൾ ഒരാൾ നമ്മുടെ കൂട്ടായ്മയിൽ വന്നില്ല എന്നുള്ളത് കൊണ്ട് ആൾ ദൈവത്തെ അറിയാത്തവനാണെന്ന് നമ്മൾ ചിന്തിക്കരുത്. ഇപ്പോൾ ഈ കൂട്ടായ്മയിൽ നടന്നതായ ചില സംഭവങ്ങളെല്ലാം വളരെ വ്യക്തമായ ചില പാഠങ്ങൾ, നമ്മൾ കഴിഞ്ഞ നാളുകളിൽ നിന്നതായ കൂട്ടായ്മയിലൊക്കെ നേരിട്ടതായ സംഭവങ്ങളെല്ലാം വളരെ വ്യക്തമായ ചില പാഠങ്ങൾ നമ്മെ ഓരോരുത്തരെയും പഠിപ്പിച്ചു. നാം അത് ഉൾക്കൊണ്ട് മുന്നോട്ട് പോകണം. ദൈവകൃപയെ അനുഭവിക്കുന്ന ദൈവമക്കൾ എല്ലാവരുമായി നാം കൂട്ടായ്മ ആചരിക്കണം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവുള്ളതായ ദൈവമക്കൾ എല്ലാവരുമായി. പക്ഷെ നമ്മളിപ്പോൾ ചേർന്ന് നിൽക്കുന്നു. ദൈവവേല ചെയ്യാൻ നമ്മളിനി എല്ലായിടത്തേക്കും ഓടി നടക്കുന്നല്ല ഞാൻ പറഞ്ഞത്. നമുക്ക് ആവശ്യമായ വചനം നമ്മുടെ കൂട്ടായ്മയിൽ കിട്ടുന്നുവെങ്കിൽ, നമുക്ക് സുവിശേഷ വേല ചെയ്യാനുള്ളതായ അവസരങ്ങൾ നമ്മുടെ കൂട്ടായ്മയിൽ ഉണ്ട് എങ്കിൽ
നമ്മൾ വേറെ എങ്ങും പോകേണ്ട കാര്യമില്ല. നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. കാരണം ലോകം മുഴുവൻ നമ്മുടെ കൈക്കീഴിൽ കൊടുക്കാൻ നമുക്കൊന്നും കഴിയുമൊന്നുമില്ല, നമുക്ക് സാധിക്കില്ല. നമ്മൾക്ക് നമ്മുടെ കൂട്ടായ്മയിൽ വചന ശുശ്രൂഷകളുണ്ട്. നമുക്ക് ആവശ്യത്തിനുള്ള ജീവൻ്റെ വചനം കിട്ടുന്നുണ്ട്. കൂട്ടായ്മ ആചരിക്കാനുള്ളതായ അവസരങ്ങൾ ധാരാളമുണ്ട്. സുവിശേഷ വേല ചെയ്യാനുള്ളതായ അവസരങ്ങൾ ധാരാളമുണ്ട്. നമ്മൾ ശരിയായ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ സന്തോഷം അനുഭവിക്കുന്നുണ്ട്. ആത്മാവിൽ അവനെ സ്തുതിക്കുവാനും ആരാധിക്കാനും ഒരു മനസ്സോടെ നിൽക്കാനും നമുക്ക് സാധിക്കുന്നു. ചേർന്ന് നിൽക്കുക. എല്ലായിടത്തേക്കും ഓടി നടക്കേണ്ട കാര്യമൊന്നും ഞാൻ പറയുന്നില്ല. എന്നാൽ ഒരു വ്യക്തി നമ്മുടെ കൂട്ടായ്മയിൽ വന്നില്ല എന്നുള്ളത് കൊണ്ട് ആ വ്യക്തിയിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഉണ്ടെങ്കിൽ, ദൈവകൃപയുണ്ടെങ്കിൽ നമ്മൾ അകൽച്ച ഭാവിക്കേണ്ട ആവശ്യമില്ല. രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ശുശ്രൂഷകൾ നമ്മളെല്ലാവരും കൂടെ നടത്തുന്നു. നമ്മുടെ ലക്ഷ്യമെന്ന് പറയുന്നത് ക്രിസ്തുവിനെ ഉയർത്തിക്കാട്ടുക എന്നുള്ളതാണ്. കർത്താവ് പറഞ്ഞു, ഞാനോ ഉയർത്തപ്പെട്ടാൽ സകലരെയും എങ്കലേക്ക് ആകർഷിക്കും. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് GGF ഉയർത്തുകയല്ല. നമ്മൾ നിൽക്കുന്ന കൂട്ടായ്മ കൊണ്ട് പറഞ്ഞതാണ് കേട്ടോ. യേശുവിനെ ഉയർത്തുക, ക്രിസ്തുവിനെ ഉയർത്തുക. ക്രിസ്തുവിനെ ഉയർത്തിയാൽ കർത്താവിലേക്ക് കർത്താവ് ആളുകളെ ആകർഷിച്ചുകൊള്ളും. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വ്യാപരിച്ചാൽ ജനം ഓടിക്കൂടിക്കൊള്ളും. ദൈവത്തിന് സ്തോത്രം. ഒരിക്കലും ഒരു ഇടുങ്ങിയ ചിന്താഗതിയിലേക്കോ ഈ ശരിയായ സുവിശേഷത്തിൻ്റെയും ദൈവത്തിൻ്റെയും വഴി വിട്ടോ, ദൈവവചനത്തിൻ്റെ വഴി വിട്ട്, അന്ന് ഈ കൂട്ടായ്മ ആരംഭിക്കുന്നതായ സമയത്ത് ദൈവമക്കൾ ഒരുമിച്ച് കൂടിയപ്പോൾ ഒരേ സ്വരത്തിൽ എല്ലാവരും എടുത്തതായ തീരുമാനമാണ് ദൈവവചനത്തിൽ നിന്ന് ഇടത്തോട്ടോ വലത്തോട്ടോ മാറാതെ മുന്നോട്ട് പോകുമെന്നുള്ളത്. അതായിരിക്കണം നമ്മുടെ തീരുമാനം. അപ്പോൾ ഒന്നാം വാക്യം, കൊലോസ്യ ലേഖനം ആര് എഴുതി, ആർക്ക് എഴുതി? അപ്പോസ്തലനായ പൗലോസ്ലീഹ എഴുതി കൊലോസ്യയിലുള്ള വിശുദ്ധന്മാരും ക്രിസ്തുവിൽ വിശ്വസ്ത സഹോദരന്മാരുമായവർക്ക് എഴുതി. രണ്ടാം വാക്യം, പൗലോസ്ലീഹ കൊലോസ്യ സഭയെ വന്ദനം ചെയ്യുകയാണ്. നമ്മുടെ പിതാവായ ദൈവത്തിങ്കൽ നിന്ന് നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. കൊലോസ്യ സഭയെ വന്ദനം ചെയ്യുന്ന വാക്കുകളാണ് രണ്ടാം വാക്യത്തിൽ നാം കാണുന്നത്. ഈ പൗലോസ്ലീഹായുടെ ലേഖനങ്ങളുടെ എല്ലാം ആമുഖം നാം പരിശോധിച്ചാൽ എല്ലാം ഒരുപോലെയാണ്. ഏത് ലേഖനങ്ങൾ എടുത്താലും ആ ലേഖനങ്ങളുടെ എല്ലാം ആമുഖ വാക്കുകൾ ഒരുപോലെ നമുക്ക് കാണാൻ സാധിക്കും. ഐക്യപ്പെട്ടിരിക്കുന്നതായി നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. വേണ്ടി നമുക്ക് ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ പരിശോധിക്കാം. 1 കൊരിന്ത്യർ ലേഖനം 1-ാം അധ്യായം ആദ്യത്തെ 3 വാക്യങ്ങൾ. 1 കൊരിന്ത്യർ ലേഖനം നമുക്ക് നോക്കാം. പൗലോസ്ലീഹായുടെ ലേഖനങ്ങൾ ആമുഖം നാം പരിശോധിച്ചാൽ എല്ലാം ഐക്യപ്പെട്ടിരിക്കുന്നതായി നമുക്ക് കാണുവാൻ സാധിക്കും. 1 കൊരിന്ത്യർ ലേഖനം 1-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ. ദൈവേഷ്ടത്താൽ ക്രിസ്തുയേശുവിൻ്റെ അപ്പോസ്തലനായി വിളിക്കപ്പെട്ട പൗലോസും സഹോദരനായ സൊസ്തേനോസും കൊരിന്തിലുള്ള ദൈവസഭയ്ക്ക് ക്രിസ്തുയേശുവിൽ വിശുദ്ധീകരിക്കപ്പെട്ടവരും അവിടെയും ഇവിടെയും എവിടെയും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്ന ഏവരോടും കൂടെ വിളിക്കപ്പെട്ട വിശുദ്ധന്മാരുമായവർക്ക് തന്നെ എഴുതുന്നത്, നമ്മുടെ പിതാവായ ദൈവത്തിങ്കൽ നിന്നും കർത്താവായ യേശുക്രിസ്തുവിങ്കൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. ഇവിടെയും അങ്ങനെ നമ്മൾ കാണുന്നത്. പൗലോസ്ലീഹ സ്വയം മഹത്വം എടുക്കുന്നില്ല, സഹോദരനായ സൊസ്തനേസും കൂടെ. 2 കൊരിന്ത്യർ ലേഖനം 1-ാം അധ്യായം 1-2 വാക്യങ്ങൾ. 2 കൊരിന്ത്യർ ലേഖനം 1-ാം അധ്യായം 1-2 വാക്യങ്ങൾ. ദൈവേഷ്ടത്താൽ ക്രിസ്തുയേശുവിൻ്റെ അപ്പോസ്തലനായ പൗലോസും സഹോദരനായ തിമോത്തിയോസും കൊരിന്തിലെ ദൈവസഭയ്ക്കും
അഖായയിൽ എല്ലായിടത്തുമുള്ള സകല വിശുദ്ധന്മാർക്കും കൂടെ എഴുതുന്നത് നമ്മുടെ പിതാവായ ദൈവത്തിങ്കൽ നിന്നും കർത്താവായ യേശുക്രിസ്തുവിങ്കൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. ഗലാത്യ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 4 വരെയുള്ളതായ വാക്യങ്ങൾ. മനുഷ്യരിൽ നിന്നല്ല, മനുഷ്യനാലുമല്ല, യേശുക്രിസ്തുവിനാലും അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ച പിതാവായ ദൈവത്താലുമത്രേ അപ്പോസ്തലനായ പൗലോസും കൂടെയുള്ള സകല സഹോദരന്മാരും ഗലാത്യ സഭകൾക്ക് എഴുതുന്നത് പിതാവായ ദൈവത്തിങ്കൽ നിന്നും നമ്മുടെ ദൈവവും പിതാവുമായവൻ്റെ ഇഷ്ടപ്രകാരം ഇപ്പോഴത്തെ ദുഷ്ടലോകത്തിൽ നിന്ന് നമ്മെ വിടുവിക്കേണ്ടതിന് നമ്മുടെ പാപങ്ങൾ നിമിത്തം തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്തവനായി നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിങ്കൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. അവിടെ നമ്മൾ കാണുന്നു, അവിടെ പറയുന്നത് അപ്പോസ്തലനായ പൗലോസും കൂടെയുള്ള സകല സഹോദരന്മാരും കൂടെയാണ്, ഒപ്പം കൂടെയുള്ള സകല സഹോദരന്മാരും കൂടെയാണ് എഴുതുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. എഫേസ്യ ലേഖനം നമുക്ക് നോക്കാം. എഫേസ്യ ലേഖനം ആദ്യത്തെ 2 വാക്യങ്ങൾ. ദൈവേഷ്ടത്താൽ ക്രിസ്തുയേശുവിൻ്റെ അപ്പോസ്തലനായ പൗലോസ് എഫേസോസിലുള്ള വിശുദ്ധന്മാരും ക്രിസ്തുയേശുവിൽ വിശ്വാസികളുമായവർക്ക് എഴുതുന്നത് നമ്മുടെ പിതാവായ ദൈവത്തിങ്കൽ നിന്നും കർത്താവായ യേശുക്രിസ്തുവിങ്കൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. 1 തെസ്സലോനിക്ക ലേഖനം 1-ാം അധ്യായം 1-ാം വാക്യം. പൗലോസും സില്വാനോസും തിമോത്തിയോസും പിതാവായ ദൈവത്തിലും കർത്താവായ യേശുക്രിസ്തുവിലുമുള്ള തെസ്സലോനിക്ക സഭയ്ക്ക് എഴുതുന്നത് നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. അപ്പോൾ ഇനിയുള്ള ലേഖനങ്ങളെല്ലാം പഠിക്കുമ്പോൾ അതിൻ്റെ എല്ലാം ആമുഖം ഐക്യപ്പെട്ടിരിക്കുന്നതായി നമുക്ക് കാണുവാൻ സാധിക്കും. മാത്രമല്ല, എല്ലാ ലേഖനത്തിലും കൃപയും സമാധാനവും ആശംസിക്കുകയാണ്. നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. ഈ സമാധാനവും കൃപയും എന്നൊരു പദം ബൈബിളിലില്ല. ബൈബിൾ പറഞ്ഞിരിക്കുന്നത് എന്താണ്? സമാധാനവും കൃപയും എന്നാണോ? നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടായിരിക്കട്ടെ. ഈ കൃപ പ്രാപിക്കുന്നതാണ് സമാധാനം. ദൈവകൃപ പ്രാപിക്കുന്നതാണ് സമാധാനം. അതുകൊണ്ടാണ് കൃപയും സമാധാനം ഉണ്ടായിരിക്കുന്നത്. അല്ലയോ കൊലോസിയിലെ വിശ്വാസികളെ, നിങ്ങൾ സ്വർഗത്തിൽ നിന്ന് നിങ്ങളുടെ മേൽ പകരപ്പെടുന്നതായ കൃപ നിങ്ങൾക്ക് സമാധാനം നൽകുന്നതാണ്. എവിടെയായിരുന്നാലും ആരായിരുന്നാലും സ്വർഗത്തിൽ നിന്ന് പകരപ്പെടുന്നതായ കൃപ അനുഭവിക്കുന്നതാണ് സമാധാനം എന്ന് പറയുന്നത്. സമാധാനവും കൃപയുമല്ല ആശ്വസിക്കുന്നത്. കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. ദൈവത്തിൻ്റെ കൃപ പ്രാപിക്കുന്നതാണ് സമാധാനം. നമ്മുടെ ജീവിതത്തിൽ ഏതനുഭവങ്ങളുടെ നടുവിലാണെങ്കിലും ഏതെല്ലാം സാഹചര്യങ്ങളുടെ നടുവിലാണെങ്കിലും ദൈവകൃപ പ്രാപിക്കുക എന്നുള്ളതാണ് നമുക്ക് സമാധാനം. ദൈവത്തിൻ്റെ കൃപ പ്രാപിക്കുക. നമുക്ക് റോമർക്ക് എഴുതിയ ലേഖനത്തിൻ്റെ ആമുഖം നോക്കാം. റോമർക്ക് എഴുതിയ ലേഖനം അതിൻ്റെ 1 മുതൽ 4 വരെയുള്ളതായ വാക്യങ്ങൾ. 1-ാം അധ്യായം. ദൈവം തൻ്റെ പുത്രനും നമ്മുടെ കർത്താവുമായ യേശുക്രിസ്തുവിനെ കുറിച്ച് വിശുദ്ധരേഖകളിൽ തൻ്റെ പ്രവാചകന്മാർ മുഖാന്തരം മുൻപുകൂട്ടി വാഗ്ദത്തം ചെയ്ത സുവിശേഷത്തിനായി വേർതിരിച്ച് വിളിക്കപ്പെട്ട അപ്പോസ്തലനും ക്രിസ്തുയേശുവിൻ്റെ ദാസനുമായ പൗലോസ് റോമയിൽ ദൈവത്തിന് പ്രിയരും വിളിക്കപ്പെട്ട വിശുദ്ധന്മാരുമായ എല്ലാവർക്കും എഴുതുന്നത് നമ്മുടെ പിതാവായ ദൈവത്തിങ്കൽ നിന്നും കർത്താവായ യേശുക്രിസ്തുവിങ്കൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. അവിടെ പുസ്തകം പറയുകയാണ്, സുവിശേഷത്തിനായി വേർതിരിച്ച് വിളിക്കപ്പെട്ട അപ്പോസ്തലൻ, സുവിശേഷത്തിനായി വേർതിരിക്ക് വിളിക്കപ്പെട്ടവനാണ് ഞാൻ. ഇനി പുതുക്കാരിയില്ലെന്ന്. എന്നെ സുവിശേഷത്തിന് വേണ്ടി വിളിച്ച് വേർതിരിച്ചു. ഇനി പുതുക്കാരിയൊന്നുമില്ല. ഞാൻ
വേർതിരിക്കപ്പെട്ടവനാണ്. സുവിശേഷത്തിന് വേണ്ടി എന്നെ വിളിച്ച് വേർതിരിച്ചു. എന്നിട്ടാണ് വിളി. എപ്പോഴാണ് പൗലോസിനെ വിളിച്ചത്? എപ്പോഴാണ്? ഒരു വ്യക്തിയെ ദൈവം സുവിശേഷത്തിനായി വിളിച്ച് വേർതിരിക്കുന്നത് എപ്പോഴാണ്? പൗലോസിലേക്ക് വിളി കിട്ടിയത് എപ്പോഴാണ്? എപ്പോഴാണ് വിളി കിട്ടിയത്? ഗലാത്യ ലേഖനം 1:15. ഗലാത്യർ 1:15. എങ്കിലും എൻ്റെ ജനനം മുതൽ എന്നെ വേർതിരിച്ച് തൻ്റെ കൃപയാൽ വിളിച്ചിരിക്കുന്ന ദൈവം, ജനനം മുതൽ എന്നെ വിളിച്ച് വേർതിരിച്ചവനായ എൻ്റെ ദൈവം. അപ്പോൾ വിളി എന്നാണ് വിളിച്ച് വേർതിരിച്ചത്? എന്നാണ്? ജനനം മുതൽ വിളിച്ച് വേർതിരിച്ചു. എന്തിനു വേണ്ടി? സുവിശേഷ വേല ചെയ്യുന്നതിന് വേണ്ടി. ജനനം മുതൽ വിളിച്ച് വേർതിരിച്ചവനായ ദൈവം, അവൻ എന്നെ ജനനം മുതൽ വിളിച്ച് വേർതിരിച്ചു. അപ്പോൾ ഈ പൗലോസ്ലീഹ ദൈവവഴിയിൽ നിന്ന് വിട്ട് മാറിപ്പോകുമ്പോഴെല്ലാം, ഞാൻ വിളിച്ച് വേർതിരിച്ചവൻ എൻ്റെ വഴിയിൽ ആകുന്നില്ലല്ലോ, ദൈവം എന്തുമാത്രം വേദനിക്കുന്നുണ്ടാകും. എന്നാൽ ദമസ്കോസിന്റെ പരിവാതിക്കൽ വെച്ചാണ് പൗലോസ്ലീഹ തന്നെ വേർതിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഓർക്കണം, നമ്മുടെ ജീവിതത്തെ, നമ്മെ ഓരോരുത്തരെയും ജനനം മുതൽ വിളിച്ച് വേർതിരിച്ചവനായ ഒരു ദൈവമുണ്ട്. നമ്മെ ജനനം മുതൽ വിളിച്ച് വേർതിരിച്ച ഒരു ദൈവം. അപ്പോൾ ജനനം മുതൽ ദൈവം വിളിച്ച് വേർതിരിച്ചതാണ്. എന്നാൽ ആ വഴിയിൽ കിട്ടിയത് ദമസ്കോസിന്റെ പടിവാതിൽ വെച്ചാണ്. അപ്പോൾ വിളി എപ്പോൾ മുതലാണ്? നമ്മുടെ അമ്മയുടെ ഗർഭപാത്രത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ അവൻ നമ്മെ കണ്ടു എന്നാണ് ദൈവത്തിരോധനം പറയുന്നത്. ഞാൻ എൻ്റെ അമ്മയുടെ ഗർഭപാത്രത്തിൽ പിണ്ഡാകാരമായിരുന്നപ്പോൾ തന്നെ അവനെ അറിഞ്ഞു. അപ്പോൾ അതിനു മുമ്പും ദൈവത്തിന് നമ്മെ അറിയാം. ദൈവത്തിന് സ്തോത്രം. മാത്രമല്ല, പൗലോസ്ലീഹ തന്റെ ലേഖനങ്ങളിൽ എഴുതുന്നത് ആർക്ക് വേണ്ടിയാ? വിശുദ്ധന്മാർക്ക് വേണ്ടി. കൊരിന്തിലുള്ള വിശുദ്ധന്മാർക്ക് വേണ്ടി, റോമിലുള്ള വിശുദ്ധന്മാർക്ക് വേണ്ടി, ഗലാത്യയിലുള്ള വിശുദ്ധന്മാർക്ക് വേണ്ടി. ഈ പൗലോസ്ലീഹയുടെ ലേഖനങ്ങളുടെ എല്ലാം ഒരു മേൽവിലാസമാണ് വിശുദ്ധന്മാർ എന്ന പദം. വിശുദ്ധന്മാർ എന്ന പദം. അപ്പോൾ വിശുദ്ധന്മാരല്ലാത്തവർക്കൊന്നും ഇത് പറ്റില്ലേ? ഈ കൊരിന്ത്യ സഭയിൽ മാത്രമാണ് ഉണ്ടായിരുന്നത്. ചിന്തിക്കുന്ന ഒരു കാര്യമാണ്. കൊരിന്ത്യ സഭയിൽ ഉള്ള വിശുദ്ധന്മാർക്ക് വേണ്ടി എഴുതുന്നു പറയുമ്പോൾ കൊരിന്ത്യ സഭയിൽ പക്ഷം തിരിഞ്ഞു നിൽക്കുന്നവരുണ്ട്, എന്തെല്ലാം കൊള്ളരുതായ്മകൾ ചെയ്യുന്നവരുണ്ട്, എന്തെല്ലാം വൃത്തികേട് ചെയ്യുന്നവരുണ്ട്, എന്തെല്ലാം കൊള്ളരുതായ്മകൾ ആ സഭയിലുണ്ട്. അപ്പോൾ വാസ്തവത്തിൽ എന്താണ് ഈ വിശുദ്ധന്മാരെന്ന് പറഞ്ഞാൽ ആരാണ്? ഈ വിശുദ്ധന്മാർ എന്ന പദം കൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? ജീവിതത്തിൽ ഒരിക്കൽ പോലും ഒരു മുട്ടുസൂചിയുടെ മുട്ടിൻ്റെ വലിപ്പം ഒരു കണിക പോലും, ഒരു പാപത്തിന് ഒരു കണിക പോലും ഇല്ലാതെ ജീവിക്കുന്നവരെയാണോ വിശുദ്ധന്മാരെന്ന് പറയുന്നത്? ആരാണ് വിശുദ്ധന്മാർ? നമ്മൾ സമാഗമന കൂടാരം പഠിക്കുമ്പോൾ, അല്ലെങ്കിൽ യെരുശലേം ദൈവാലയത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ, വിശുദ്ധ സ്ഥലം എന്ന സ്ഥലമുണ്ട്. വിശുദ്ധ സ്ഥലം എന്ന് പറഞ്ഞാൽ, ഈ വിശുദ്ധ സ്ഥലം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം വേർതിരിക്കപ്പെട്ട സ്ഥലം എന്നാണ്. വേർതിരിക്കപ്പെട്ട സ്ഥലം. നമ്മൾ സങ്കീർത്തനത്തിൽ വായിക്കുന്നുണ്ട്, യഹോവ ഭക്തനെ തനിക്കായി വേർതിരിച്ചിരിക്കുന്നു, നിങ്ങൾ അറിയുന്നുവല്ലോ. അപ്പോൾ വേർതിരിക്കപ്പെട്ടവരെന്നാണ് അർത്ഥം. വേർതിരിക്കപ്പെട്ടത്, വേർതിരിക്കപ്പെട്ടവർ, വേർതിരിക്കപ്പെട്ടവർ.
അവരാണ് വിശുദ്ധന്മാരെന്ന് പറയുന്നത്. വേർതിരിക്കപ്പെട്ടവർ, വേർതിരിക്കപ്പെട്ട സ്ഥലം, വേർതിരിക്കപ്പെട്ടവർ. ദൈവേഷ്ടത്താൽ എന്ന് പറഞ്ഞാൽ താൻ വേർതിരിക്കപ്പെടുന്നത് വരെ വിളിച്ചു. ജനനം മുതൽ വിളിച്ചു, ജനനം മുതൽ വിളിച്ചു, എന്നാൽ വേർതിരിച്ചു. വേർതിരിക്കപ്പെടുന്നൊരു അനുഭവമുണ്ട് നമ്മുടെ ജീവിതത്തിൽ. ജനനം മുതൽ വിളിച്ചു, വേർതിരിക്കപ്പെടുന്നതായൊരു അനുഭവമുണ്ട്. തൻ്റെ സ്വന്തം ഇഷ്ടത്താൽ നടന്നതായ പൗലോസ്ലീഹ തൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം ദമസ്കോസിലെ ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കുവാനായി പുറപ്പെട്ടവൻ സ്വന്തം ഇഷ്ടപ്രകാരം തർസോസിലെ ശൗൽ ദൈവസഭയെ മുടിച്ചു പോന്നവനായിരുന്നു. എന്നാൽ ദമസ്കോസിന്റെ പടിവാതിൽക്കൽ വെച്ച് വിളിച്ച് വേർതിരിച്ചപ്പോൾ സ്വന്തം ഇഷ്ടപ്രകാരം നടന്നവനായ ശൗൽ, സ്വന്തം ഇഷ്ടപ്രകാരം ചലിച്ചവനായ ശൗൽ ദൈവേഷ്ടപ്രകാരം ചലിക്കുന്നവനായി മാറി. ദൈവേഷ്ടപ്രകാരം ചലിക്കുന്നവനായി മാറി. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഓരോരുത്തരും നമ്മുടെ ജീവിതത്തിലേക്ക് നോക്കി നമ്മെ തന്നെ ഒന്ന് പരിശോധിക്കണം, നമ്മെ തന്നെ ഒന്ന് കാണണം. ഞാൻ ഇന്ന് ആരുടെ ഇഷ്ടത്താലാണ് ചലിക്കുന്നത്? പൗലോസ്ലീഹ ദൈവേഷ്ടത്താൽ ചലിക്കുന്നവനായി മാറിയപ്പോൾ, ദൈവേഷ്ടപ്രകാരം ജീവിക്കുന്നവനായി മാറിയപ്പോൾ ദൈവം തൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ചു. അതുപോലെ തന്നെ ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് പൂർണ്ണമായി കീഴ്പ്പെടുന്നവരെ ദൈവം ഇന്ന് ഉപയോഗിക്കും. ഞാനും നിങ്ങളും ദൈവത്തിൻ്റെ ഇഷ്ടത്തിനായി പൂർണ്ണമായും കീഴ്പ്പെടുന്നില്ല എങ്കിൽ, ദൈവേഷ്ടത്തിന് പൂർണ്ണമായി കീഴ്പ്പെട്ടു കൊടുത്തില്ല എങ്കിൽ നമ്മൾ ഉപയോഗിക്കാൻ ദൈവത്തിന് കഴിയില്ല. വളരെ ഗൗരവമുള്ളതായൊരു കാര്യമാണ്. നമ്മളെക്കുറിച്ചുള്ള ദൈവ ഇഷ്ടത്തിന് മുഴുവനായും കീഴ്പ്പെട്ടു കൊടുക്കാതെ നമ്മെ ഉപയോഗിക്കുവാനായി ദൈവത്തിന് കഴിയില്ല. ഇന്ന് ഈ ക്ലാസ് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ, നാം ഈ ദൈവത്തിൻ്റെ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ, ഞാനും മാറിയെന്നുകൊണ്ടല്ല പറയുന്നത്. എൻ്റെ ഇഷ്ടം എന്തെങ്കിലും പൊന്തി വന്നാൽ ദൈവത്തിന് ആ രംഗത്തിന് ഉപയോഗിക്കാൻ കഴിയില്ല. ശുശ്രൂഷകളിൽ ഏത് കാര്യമാണെങ്കിലും എൻ്റെ ഒരു ഇഷ്ടം, എൻ്റെ ഒരു സ്വന്തം ഇഷ്ടം വന്നാൽ ആ ശുശ്രൂഷയിൽ ദൈവത്തിന് എന്നെ ഉപയോഗിക്കാൻ കഴിയില്ല. എന്നാൽ ദൈവ ഇഷ്ടത്തിന് മുഴുവനായും വിധേയപ്പെട്ടു കൊടുക്കുന്ന ഒരു അനുഭവത്തിൽ ഞാൻ നിന്നാൽ എൻ്റെ ദൈവത്തിന് എന്നെ ഉപയോഗിക്കാൻ കഴിയും. ആകയാൽ വളരെ വ്യക്തമായൊരു തീരുമാനം നമ്മുടെ ജീവിതത്തിൽ വരണം. ഞാൻ എൻ്റെ ദൈവ ഇഷ്ടപ്രകാരം ജീവിക്കുമെന്ന്. ദൈവത്തിന് സ്തോത്രം. ദൈവേഷ്ടത്താൽ വിളിച്ച് ജനനം മുതൽ വിളിച്ച് വേർതിരിക്കപ്പെട്ട പൗലോസ്ലീഹ. അതുപോലെ തന്നെ കൃപയും സമാധാനവും ആശംസിക്കുന്നു. ദൈവത്തിൽ നിന്ന് പ്രാപിക്കുന്ന, സ്വർഗത്തിൽ നിന്ന് പ്രാപിക്കുന്ന കൃപ ഏതൊരവസ്ഥയിലായിരിക്കുന്ന വിശ്വാസിക്കും സമാധാനമാണ്. കൃപ കിട്ടിയാൽ സമാധാനം. എന്തെല്ലാം രോഗം വന്നാലും, ഭാരം വന്നാലും, കഷ്ടത വന്നാലും, കടബാധ്യത വന്നാലും, തകർച്ചകൾ വന്നാലും, എന്തെല്ലാം പ്രശ്നങ്ങൾ വന്നാലും കൃപ കിട്ടിയാൽ സമാധാനം. പൗലോസ്ലീഹ തന്നെ പറയുന്നുണ്ടല്ലോ, സഹിക്കാൻ പറ്റാത്തതുപോലെയുള്ള പ്രയാസം, ശരീരത്തിലെ രോഗം. എന്താണ് രോഗമെന്ന് പറയുന്നില്ല. അത് കണ്ണിന് രോഗമായിരുന്നു എന്ന് പറയുന്നവരുണ്ട്. കാരണം സഭയോട് പറയുമ്പോൾ നിങ്ങളുടെ കണ്ണ്, എൻ്റെ കഷ്ടതയിൽ നിങ്ങൾ എന്നോടുകൂടെ
കൂട്ടായ്മ കാണിച്ചു, നിങ്ങളുടെ കണ്ണ് വരെ എനിക്ക് തരാൻ നിങ്ങൾക്ക് മനസ്സായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. അത് വെച്ചുകൊണ്ട് കണ്ണിന് രോഗമായിരുന്നു എന്ന് പറയുന്നവരുണ്ട്, ഉദര സംബന്ധമായ എന്തെങ്കിലും അസുഖങ്ങളായിരുന്നു എന്ന് പറയുന്നവരുണ്ട്. അതിൽ സഹിക്കാൻ പറ്റുന്നതായിരുന്നില്ല. പല പ്രാവശ്യം എൻ്റെ ദൈവമേ ഒന്ന് മാറ്റി തരാമോ, എൻ്റെ ശരീരത്തിലെ ഈ പ്രശ്നം, ഈ രോഗം, അൾസറോ അല്ലെങ്കിൽ വയറിൽ എന്തെങ്കിലും പ്രയാസങ്ങളോ അല്ലെങ്കിൽ കണ്ണിന് രോഗം എന്തോ ആയിക്കോട്ടെ, അതിൽ ശരീരത്തിൽ ജഡത്തിൽ ഒരു ശൂല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സഹിക്കാൻ പറ്റാത്തതുപോലെ, താങ്ങാൻ പറ്റാത്തതുപോലെ, അത് വഹിച്ചുകൊണ്ടങ്ങ് നടക്കാൻ പറ്റാത്തതുപോലെയുള്ള പ്രയാസമായിട്ട് രോഗം വന്നു. പല പ്രാവശ്യവും എൻ്റെ രോഗം ഒന്ന് മാറ്റി തരാം കർത്താവേ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്തു. പക്ഷെ കർത്താവ് മാറ്റിക്കൊടുത്തില്ല. കർത്താവ് എന്താ പറഞ്ഞത്? എൻ്റെ കൃപ നിനക്ക് മതി, എൻ്റെ കൃപ ബലഹീനതകളിൽ തികഞ്ഞു വരുന്നു. മതി കർത്താവേ, അത് മതി കർത്താവേ എന്ന് പറഞ്ഞ് പൗലോസ് സ്ലീഹാകാരങ്ങളിലേക്ക് ഇട്ടുകൊടുത്തു. എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ എന്തെല്ലാം വന്നാലും അതിന് നടുവിൽ നമ്മെ നിർത്തുന്നതാണ് ദൈവത്തിൻ്റെ കൃപ എന്നുള്ളത്. ദൈവത്തിന് സ്തോത്രം. എന്തെല്ലാമാണ് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാൻ സാധ്യതയുള്ളത്? എന്തെല്ലാം സംഭവിക്കും? എന്തെല്ലാം നേരിടേണ്ടി വരും? ഇപ്പോൾ തന്നെ വയനാട്ടിലുണ്ടായതായ ആ വലിയ ദുരന്തം, ആ ഭയാനകമായ ദുരന്തം, എന്നാൽ ഞങ്ങൾ വിളിച്ചു, ഒരു ഫാമിലിയെ വിളിച്ച് മിണ്ടി. അതിപ്പോൾ ക്യാമ്പിലാണുള്ളത്. നമ്മുടെ മീറ്റിങ്ങിലെല്ലാം പല പ്രാവശ്യം നമ്മുടെ മീറ്റിങ്ങിൽ വന്നിട്ടുണ്ട്. ഇന്നലെ പറഞ്ഞല്ലോ, കോലഞ്ചേരിക്ക് സെക്കൻഡ് സാറ്റർഡേ അവർ ബസ്സിന് വന്നിട്ടുണ്ട്. ആ സഹോദരി, ആ ഭാര്യ പ്രജിത അവിടെ കോലഞ്ചേരിയിൽ പതിവായിട്ട് വരാറുണ്ടായിരുന്നു. ഞങ്ങൾ താമസിച്ചെടുത്ത് എല്ലാ ചൊവ്വാഴ്ചകളിലും, ഒന്നാം ചൊവ്വാഴ്ചകളിൽ ലേഡീസിൻ്റെ ഒരു മീറ്റിംഗ് ഓൺലൈൻ കേൾക്കുന്നുണ്ട്, അത് കേൾക്കാൻ വരുമായിരുന്നു. പിന്നെ എല്ലാ മൂന്നാം ബുധനാഴ്ചകളിലും ലേഡീസിൻ്റെ ഒരു മീറ്റിംഗ് ഉണ്ട്, അതിന് വരുമായിരുന്നു. അങ്ങനെ മീറ്റിങ്ങിൽ ഫസ്റ്റ് സൺഡേ മീറ്റിങ്ങിന് വരുമായിരുന്നു. അങ്ങനെ അവിടെ മീറ്റിങ്ങിലെല്ലാം വരുമായിരുന്നു. കുറേ കാലം വന്നുകൊണ്ടിരുന്നു. പക്ഷെ പിന്നീട് അവരങ്ങ് വിട്ടു പോയായിരുന്നു. പിന്നെ ഞങ്ങൾക്ക് പോകാനും പറ്റിയിരുന്നില്ല. ആ സഹോദരി വീഡിയോ കോൾ വിളിച്ചാണ് ഞങ്ങൾ വേണ്ടിയത്. ഷൈജോട് പറഞ്ഞു, രണ്ട് മക്കളും, ആൺപിള്ളേരും ഭാര്യയും ഭർത്താവും ഉള്ളത്. ഒരു മോൻ അന്ന് വേറെ എവിടെയോ ആയിരുന്നു, അവരുടെ കൂടെ വീട്ടിലുണ്ടായിരുന്നില്ല. പെട്ടെന്ന് നനച്ചിരിക്കുക, പെട്ടെന്ന് അങ്ങ് ഒഴുകിപ്പോകുന്ന അറിയുന്നത്. ഒഴുകിപ്പോവുക. ഈ സ്റ്റീഫൻ ഒഴുക്കിൽപ്പെട്ട് ഒഴുകിപ്പോയി. എന്നോട് പറഞ്ഞു, കാലിലും തലയിലൊക്കെ നല്ല മുറിവുണ്ട്, ശരീരത്തിൽ മുഴുവൻ മുറിവുണ്ട്. ഞാൻ വിളിച്ചപ്പോൾ മുറിവ് ഡ്രസ്സ് ചെയ്യാനായിട്ട് ഹോസ്പിറ്റലിൽ പോയിട്ട് വന്നിട്ടേ ഉള്ളൂ. എങ്ങനെയോ രക്ഷപ്പെട്ടു. കർത്താവ് രക്ഷിച്ചു എന്ന് പറഞ്ഞത്, ദൈവം എന്നെ രക്ഷിച്ചു എന്നാണ് പറഞ്ഞത്. എങ്ങനെയോ രക്ഷപ്പെട്ടു. ആ ചെളിയിൽ പൂണ്ടുപോയായിരുന്നു. ഈ ഭാര്യ പ്രജിത ഒഴുക്കിൽപ്പെട്ടു. കയ്യിൽ മൊബൈലുണ്ടായിരുന്നു. അപ്പോൾ ഒഴുക്കിൽപ്പെട്ടു, അങ്ങ് ഒഴുകിപ്പോയിക്കൊണ്ട് ഒഴുക്കിപ്പെട്ടു. അപ്പോൾ ഈ കൈ ഉയർത്തിപ്പിടിച്ച കയ്യിൽ മൊബൈലുണ്ടായിരുന്നു. മൊബൈലിൻ്റെ സ്ക്രീനിലെ വെളിച്ചമുണ്ട്. അതുപോലെ ഒഴുകി വന്ന വേറെ ഒരു പയ്യൻ കണ്ടു. ഈ മൊബൈലിലെ സ്ക്രീനിൻ്റെ വെളിച്ചം കണ്ട് ചാടി ചെന്ന് പിടിച്ച് വലിച്ചു കയറ്റി രക്ഷിച്ചു. എന്ന് ഓർക്കണം, ഇതെല്ലാം നമുക്ക് സംഭവിക്കാവുന്നതല്ലേ, നമുക്ക് നേരിടാവുന്നതല്ലേ. എന്തെല്ലാം നേരിടും എന്ന് ഞാൻ പറയട്ടെ. നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം നേരിട്ടാലും എന്തെല്ലാം സംഭവിച്ചാലും ദൈവകൃപയുണ്ടെങ്കിൽ നാം വാടിപ്പോവില്ല, തളർന്നു പോവുകയില്ല. എല്ലാത്തിനും മതിയായ ദൈവകൃപ. ജീവിതത്തിൽ എന്തെല്ലാം സംഭവിച്ചാലും ദൈവത്തിൻ്റെ കൃപ. എന്താണ് ഈ കൃപ എന്ന് പറയുന്നത്? ദൈവകൃപ എന്ന് പറഞ്ഞാൽ എന്താണ്? 2 കൊരിന്ത്യർ ലേഖനം 8-ാം അധ്യായം അതിൻ്റെ 9-ാമത്തെ വാക്യം നമുക്കൊന്ന് വായിക്കാം. നമ്മൾ പലപ്പോഴും ദൈവകൃപ എന്നൊക്കെ പറയും. 2 കൊരിന്ത്യർ ലേഖനം 8-ാം അധ്യായം അതിൻ്റെ 9-ാം വാക്യം. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു സമ്പന്നനായിരുന്നിട്ടും അവൻ്റെ ദാരിദ്ര്യത്താൽ നിങ്ങൾ സമ്പന്നരാകേണ്ടതിന് നിങ്ങൾ നിമിത്തം ദരിദ്രനായി തീർന്ന കൃപ. ഒരു യോഗ്യതയില്ല നമുക്ക് പ്രാപിക്കാൻ, ഒരർഹതയുമില്ലാത്ത സ്ഥാനത്ത്
മറ്റൊരാൾ ത്യാഗപ്പെട്ട് നമുക്ക് ആ അർഹത തരുന്നു. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 14 മുതൽ 16 വരെയുള്ളതായ വാക്യങ്ങൾ. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം അതിൻ്റെ 14 മുതൽ 16 വരെയുള്ളതായ വാക്യങ്ങൾ. വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. ഞങ്ങൾ അവൻ്റെ തേജസ് പിതാവിൽ നിന്ന് ഏകജാതനായവൻ്റെ തേജസ്സായി കണ്ടു. യോഹന്നാൻ അവനെക്കുറിച്ച് സാക്ഷീകരിച്ചു, എൻ്റെ പിന്നാലെ വരുന്നവൻ എനിക്ക് മുമ്പനായി തീർന്നു, അവൻ എനിക്ക് മുമ്പേ ഉണ്ടായിരുന്നു എന്ന് ഞാൻ പറഞ്ഞവൻ ഇവൻ തന്നെ എന്ന് വിളിച്ചു പറഞ്ഞു. അവൻ്റെ നിറവിൽ നിന്ന് നമുക്കെല്ലാവർക്കും കൃപമേൽ കൃപ ലഭിച്ചിരിക്കുന്നു. വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. അവൻ്റെ നിറവിൽ നിന്ന് നമുക്കെല്ലാവർക്കും കൃപമേൽ കൃപ പ്രാപിപ്പാൻ. യോഹന്നാന്റെ സുവിശേഷം തന്നെ 1-ാം അധ്യായം അതിൻ്റെ 17-ാമത്തെ വാക്യം. ന്യായപ്രമാണം മോശ മുഖാന്തരം ലഭിച്ചു, കൃപയും സത്യവും യേശുക്രിസ്തു മുഖാന്തരം വന്നു. ന്യായപ്രമാണം മോശ മുഖാന്തരം കിട്ടി, എന്നാൽ കൃപയും സത്യവും യേശുക്രിസ്തു മുഖാന്തരം വന്നു. യേശുക്രിസ്തു മുഖാന്തരം കൃപയും സത്യവും. എഫേസ്യർക്ക് എഴുതിയ ലേഖനം, ഞാൻ ഈ വാക്യങ്ങൾ മാത്രം പറഞ്ഞു നിങ്ങൾക്ക് ഗ്രഹിക്കാൻ കഴിയുന്നു എന്നുള്ളതുകൊണ്ടാണ്. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 4 മുതൽ 8 വരെയുള്ളതായ വാക്യങ്ങൾ. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 4 മുതൽ 8 വരെയുള്ളതായ വാക്യം. കരുണാസമ്പന്നനായ ദൈവമോ നമ്മെ സ്നേഹിച്ച മഹാസ്നേഹനിമിത്തം അതിക്രമങ്ങളാൽ മരിച്ചവരായിരുന്ന നമ്മെ ക്രിസ്തുവിനോടുകൂടെ ജീവിപ്പിക്കുകയും കൃപയാലത്രേ നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു. ക്രിസ്തുയേശുവിൽ നമ്മെക്കുറിച്ചുള്ള വാത്സല്യത്തിൽ തൻ്റെ കൃപയുടെ അത്യന്തധനത്തെ വരുംകാലങ്ങളിൽ കാണിക്കേണ്ടതിന് ക്രിസ്തുയേശുവിൽ അവനോടുകൂടെ ഉയർത്തെഴുന്നേൽപ്പിച്ച് സ്വർഗത്തിലിരുത്തുകയും ചെയ്തു. ദൈവത്തിൻ്റെ കൃപ, അതിൻ്റെ ആഴം നമുക്ക് അളക്കാൻ കഴിയുന്നതല്ല. അതിക്രമങ്ങളിലും പാപങ്ങളിലും മരിച്ചവരായിരുന്നു, ചലനമില്ലാത്തവരായി മാറിയവരായിരുന്നു. എന്നാൽ നമ്മെ ചലിപ്പിക്കുമാറാക്കിയ ഒരു കൃപയുണ്ട്. ദൈവത്തിൻ്റെ കൃപയാണ് നമുക്ക് ഈ യോഗ്യതകളെല്ലാം തന്നത്. മരിച്ചവരായിരുന്നു നമ്മെ ചലിപ്പിക്കുമാറാക്കിയ ദൈവകൃപ. റോമർക്ക് എഴുതിയ ലേഖനം 11-ാം അധ്യായം 6-ാമത്തെ വാക്യം. റോമർ 11:6. കൃപയാലെങ്കിൽ പ്രവൃത്തിയാലല്ല, അല്ലെങ്കിൽ കൃപ എന്ന് പറഞ്ഞാൽ നമ്മളൊന്നും ചെയ്തിട്ടല്ല എന്ന്. നമ്മളൊന്നും അങ്ങോട്ട് കൊടുത്തിട്ട് കിട്ടുന്ന ഒന്നല്ല കൃപ. നമുക്ക് എന്തെങ്കിലും ഒന്ന് കൊടുത്തിട്ട് മേടിക്കാവുന്ന ഒന്നല്ല. നമ്മുടെ ഒരു പ്രവൃത്തികളാലും കിട്ടുന്ന ഒന്നല്ല കൃപ എന്ന് പറഞ്ഞാൽ ഒരിക്കലും നമുക്ക് പ്രാപിക്കാൻ ഒരു അർഹതയില്ല. അർഹതയില്ലാത്ത സ്ഥാനത്ത് നമ്മളൊന്നും കൊടുക്കാതെ സൗജന്യമായി നമുക്ക് കിട്ടുന്നതാണെന്ത്? ദൈവത്തിൻ്റെ കൃപ. ഒന്നും കൊടുക്കാതെ, അങ്ങോട്ടൊന്നും കിട്ടുമെന്ന് പ്രതീക്ഷിക്കാതെ സൗജന്യമായി നമുക്ക് തരുന്നതാണ് ദൈവത്തിൻ്റെ കൃപ. 2 തിമോത്തിയോസ് 1-ാം അധ്യായം 9-10 വാക്യങ്ങൾ. അവൻ നമ്മെ രക്ഷിക്കുകയും വിശുദ്ധ വിളികൊണ്ട് വിളിക്കുകയും ചെയ്തത് നമ്മുടെ പ്രവൃത്തികൾ നിമിത്തമല്ല, സകലകാലത്തിനു മുൻപേ ക്രിസ്തുയേശുവിൽ നമുക്ക് നൽകിയിരിക്കുന്നതും ഇപ്പോൾ മരണം നീക്കുകയും സുവിശേഷം കൊണ്ട് ജീവനും അക്ഷയതയും വെളിപ്പെടുത്തുകയും ചെയ്ത നമ്മുടെ രക്ഷിതാവായ ക്രിസ്തുയേശുവിൻ്റെ പ്രത്യക്ഷതയാൽ വെളിപ്പെട്ടിരിക്കുന്നതുമായ തൻ്റെ സ്വന്തം നിർണയത്തിനും കൃപയ്ക്കും ഒത്തവണ്ണമത്രേ. തൻ്റെ സ്വന്തം നിർണയത്തിനും കൃപയ്ക്കും ഒത്തവണ്ണമത്രേ. 2 കൊരിന്ത്യർ 12:9. നിങ്ങൾ ഈ വാക്യങ്ങളൊന്ന് കുറിച്ച് വെക്കുക. 2 കൊരിന്ത്യർ 12:9. അവൻ എന്നോട്, എൻ്റെ കൃപ നിനക്ക് മതി, എൻ്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു എന്ന് പറഞ്ഞു. എൻ്റെ കൃപ നിനക്ക് മതി. ദൈവത്തിൻ്റെ കൃപ എന്ത് കാര്യം വന്നാൽ, ഞാൻ ആദ്യം പറഞ്ഞ കാര്യം തന്നെയാണ്. രോഗത്തിന് നടുവിൽ കർത്താവിനോട് അപേക്ഷിച്ചു. അപ്പോൾ കർത്താവ് പറഞ്ഞതാണ്,
എൻ്റെ കൃപ നിനക്ക് മതി. എബ്രായ ലേഖനം 4-ാം അധ്യായം 16-ാം വാക്യം. എബ്രായർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 16-ാമത്തെ വാക്യം. അതുകൊണ്ട് കരുണ ലഭിപ്പാനും തത്സമയത്ത് സഹായത്തിനുള്ള കൃപ പ്രാപിപ്പാനുമായി നാം ധൈര്യത്തോടെ കൃപാസനത്തിന് അടുത്ത് ചെല്ലുക. നമുക്കെല്ലാവർക്കും മനഃപ്പാടം അറിയാവുന്നൊരു വാക്യം അത്. അതുകൊണ്ട് കരുണ ലഭിക്കാനും തത്സമയത്ത് സഹായത്തിനുള്ള കൃപ പ്രാപിപ്പാനുമായി നാം ധൈര്യത്തോടെ കൃപാസനത്തിൻ്റെ. അപ്പോൾ കൃപ പ്രാപിക്കേണ്ടതിന് വേണ്ടി എപ്പോൾ വേണമെങ്കിലും ധൈര്യത്തോടെ കൃപാസനത്തിൻ്റെ അടുത്ത് ചെല്ലുക. അതുകൊണ്ട് എന്ന് പറഞ്ഞ് തുടങ്ങുന്നത്. അതുകൊണ്ട് എന്തുകൊണ്ടാണ് ഈ പ്രാഗൽഭ്യം കിട്ടിയത്? എന്തുകൊണ്ടാണ്? ഈ പഴയ നിയമ പഠിക്കുമ്പോൾ ഈ കൃപാസനത്തിൻ്റെ അടുത്തേക്കൊന്നും അങ്ങനെ അടുത്ത് ചെല്ലാൻ പറ്റൂല. എന്താണ് ഈ കൃപാസനം എന്ന് പറയുന്നത്? ഈ കൃപാസനം എന്ന് പറയുന്നത് യെരുശലേം ദൈവാലയത്തിൻ്റെ അതിവിശുദ്ധ സ്ഥലത്ത് വെച്ചിരിക്കുന്നതാണ് കൃപാസനം. ഈ യെരുശലേം ദൈവാലയത്തിൻ്റെ 3 ഭാഗങ്ങളാണ്: പ്രാകാരം, വിശുദ്ധ സ്ഥലം, അതിവിശുദ്ധ സ്ഥലം. ഒരു സാധാരണ ഇസ്രായേലിൻ പ്രാകാരത്തിൻ്റെ വാതിൽ കടന്ന് പ്രാകാരത്തിൽ വന്നു നിന്ന് ദൈവത്തെ ആരാധിക്കും. പ്രാകാരത്തിലാണ് യാഗപീഠവും താമ്രത്തൊട്ടിയുമുള്ളത്. അതിനൊക്കെ അർത്ഥമുണ്ട്. വാതിൽ മറ കടന്ന് പ്രാകാരത്തിൽ വന്ന് യാഗപീഠത്തിൻ്റെ അടുത്തിയല്ല, താമ്രത്തൊട്ടിയുടെ അടുത്തിയല്ല. എന്നാൽ പ്രാകാരം കഴിഞ്ഞുള്ളതായ സ്ഥലമാണ് അതിവിശുദ്ധ സ്ഥലം. ഈ അതിവിശുദ്ധ സ്ഥലവും പ്രാകാരവും തമ്മിൽ മറശീല കൊണ്ട് വേർതിരിക്കാൻ കാണാൻ പറ്റില്ല. ഒരു സാധാരണ ഇസ്രായേലിന് മറശീല കൊണ്ട് മറയപ്പെട്ട് കിടക്കുന്ന സ്ഥലമാണ് വിശുദ്ധ സ്ഥലമെന്ന്. അപ്പോൾ വാതിൽമറ കടന്ന് പ്രാകാരത്തിലെത്തി യാഗപീഠത്തിൻ്റെ അടുത്തും താമ്രത്തൊട്ടിയുടെ അടുത്തും ഒരു ഇസ്രായേലിനല്ല. എന്നാൽ സാധാരണ ഇസ്രായേലിന് വിശുദ്ധ സ്ഥലത്തേക്ക് കിടക്കാൻ പറ്റില്ല. കാരണം മറശീല കൊണ്ടത് മറയ്ക്കപ്പെട്ടിരിക്കുകയാണ്. ആ വിശുദ്ധ സ്ഥലത്താണ് കാഴ്ചയപ്പത്തിൻ്റെ മേശയും തങ്ക നിലവിളക്കും ധൂപപീഠവുമുള്ളത്. ഏതെല്ലാമാണ്? കാഴ്ചയപ്പത്തിൻ്റെ മേശയും തങ്ക നിലവിളക്കും ധൂപപീഠവുമെല്ലാം വിശുദ്ധ സ്ഥലത്താണുള്ളത്. അവിടെ ഒരു പുരോഹിതന് അവിടെ കയറി നിന്ന് ശുശ്രൂഷ ചെയ്യാം. മറ്റാർക്കും കിടക്കാൻ പറ്റില്ല. പുരോഹിതന്മാര് വിശുദ്ധ സ്ഥലത്ത് നിന്ന് ശുശ്രൂഷ ചെയ്തു പോകുന്നു. എന്നാൽ ഈ വിശുദ്ധ സ്ഥലവും അത് കഴിഞ്ഞാൽ അതിവിശുദ്ധ സ്ഥലം, വിശുദ്ധ സ്ഥലവും അതിവിശുദ്ധ സ്ഥലവും തമ്മിൽ തിരശീല കൊണ്ട് വേർതിരിക്കപ്പെടും. തിരശീല. ആ തിരശീലയാണ് കർത്താവ് ക്രൂശിൽ മരിച്ചപ്പോൾ മുകൾ തൊട്ട് അടിവരെ 2ആയി ചീന്തിപ്പോയത്. ആ തിരശീലയ്ക്ക് അപ്പുറത്ത് അതിവിശുദ്ധ സ്ഥലത്താണ് കൃപാസനമുള്ളത്. സാക്ഷ്യപ്പെട്ടകം, നിയമപ്പെട്ടകം എന്ന് പറയും, സാക്ഷ്യപ്പെട്ടകം എന്ന് പറയും. അത് കൃപാസനത്തിൽ അത് മൂടി വെച്ചിരിക്കുന്ന കൃപാസനം എന്ന് പറയുന്നത്. അതിൻ്റെ മൂടിയാണ് കൃപാസനം. ഈ സാക്ഷ്യപ്പെട്ടവും കൃപാസനവും മൂടി വെച്ചിരിക്കുന്ന മൂടിക്കാണ് കൃപാസനം എന്ന് പറയുന്നത്. അടുപ്പുമണിയായി നിർമ്മിച്ചതും ചിറകുകൾ തമ്മിൽ തൊട്ടു നിൽക്കുന്നതുമായ കെരൂബുകളുടെ ചിറകിൻ്റെ കീഴിലാണ് ഈ കൃപാസനം നിൽക്കുന്നത്. ഒരു പുരോഹിതന് പോലും കൃപാസനത്തിൻ്റെ അടുത്തേക്ക് എല്ലാം പറ്റില്ല. ആണ്ടിലൊരിക്കൽ, വർഷത്തിൽ ഒരിക്കൽ മഹാപാപ പരിഹാര ദിവസം ആടിനെ കൊന്ന് ആ ആടിൻ്റെ ചോര ഒരു തളികയിലെടുത്ത് ഈസോപ്പ് തൊണ്ടുമായി ഉപവാസത്തോടും പ്രാർത്ഥനയോടും ഒരുക്കത്തോടും ശുദ്ധീകരണത്തോടും കൂടെ ഇസ്രായേല്യ മഹാപുരോഹിതന് മാത്രം ആ കൂറിൻ്റെ ക്രമം വരുമ്പോൾ, ഏത് മഹാപുരോഹിതനാണോ അന്ന് കൂറിൻ്റെ ക്രമം വരുന്നത്, ആ കൂറിൻ്റെ ക്രമപ്രകാരം തൻ്റെ കയ്യിൽ താൻ പാത്രത്തിൽ എടുത്തിരിക്കുന്നതായ ആട്ടിൻ ചോരയിൽ, ആ കുഞ്ഞാടിൻ്റെ ചോരയിൽ മറഞ്ഞുകൊണ്ട്
ഈ തിരശീല മാറ്റി അതിവിശുദ്ധ സ്ഥലത്തേക്ക് കടന്നുകയല്ല, ഈ കൃപാസനത്തിലാണ് തളിക്കുന്നത്. ഈ രക്തം തളിക്കുന്നത് ഈ കൃപാസനത്തിലാണ്. അപ്പോൾ ഈ സമയത്തും എന്തെങ്കിലും ഒരു കുഴപ്പമുണ്ടെങ്കിൽ ആ കൃപാസനത്തിൻ്റെ അടുത്തേക്ക് വളരെ ഭയത്തോടെ ചെല്ലുന്നത്. ഈ പുരോഹിതനിൽ എന്തെങ്കിലും ഒരു കുറവുണ്ടെങ്കിൽ, ഒരു കുറവുള്ളവനായിട്ട് കൃപാസനത്തിൻ്റെ അടുത്ത് ചെല്ലാൻ ഇടയായാൽ അവൻ ആ സ്പോട്ടിൽ വീണ് മരിക്കും. അങ്ങനെ ഒരു മഹാപുരോഹിതൻ അവിടെ വീണ് മരിക്കാൻ ഇടയായാൽ ആ മഹാപുരോഹിതന്റെ ഡെഡ് ബോഡി എടുക്കാൻ പോലും മറ്റൊരാൾക്ക് അവിടേക്ക് കടന്നു ചെല്ലാൻ സാധ്യമല്ല. അതുകൊണ്ട് ഈ മഹാപുരോഹിതന്റെ കാലിൽ ഒരു ചങ്ങല ഇട്ടിരിക്കും. ആ ചങ്ങലയിൽ മണികളുണ്ടാകും. അപ്പോൾ ഈ കാലിൽ ചങ്ങല ഇട്ടിരിക്കും. അവിടെ നിന്ന് ശുശ്രൂഷ ചെയ്യുമ്പോൾ ഈ മണി കിലിങ്ങിക്കൊണ്ടിരിക്കും. അപ്പോൾ മണി കിലിങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ മഹാപുരോഹിതൻ ജീവിച്ചിരിക്കുന്നുണ്ട്, ശുശ്രൂഷ നടക്കുന്നുണ്ട്. സഭയെല്ലാം പ്രാകാരത്തിൽ ഈ മണികിലക്കം കേട്ട് പ്രാർത്ഥനയോട് നിൽക്കുകയാണ്. എന്നാൽ പെട്ടെന്ന് ആ മണികിലൊക്കെ നിലയ്ക്കുന്നു. ഒന്നും കേൾക്കുന്നില്ല. അതിൻ്റെ അർത്ഥം ആ മഹാപുരോഹിതൻ അവിടെ വീണ് മരിച്ചു എന്നാണ്. അപ്പോൾ ഇവർ ഈ ചെങ്ങലയിൽ പിടിച്ച് വലിച്ച് ഡെഡ് ബോഡി പുറത്തേക്ക് എടുക്കും. അങ്ങനെ പല മഹാപുരോഹിതന്മാരും മരിച്ചിട്ടുള്ളതായിട്ടൊക്കെ ചരിത്രം പറയുന്നുണ്ട്. ബൈബിളിൽ അങ്ങനെയൊന്നുമില്ല കേട്ടോ. പക്ഷേ പലതും പഠിക്കുമ്പോൾ ഈ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഒരു കുറവുള്ളവനായി അവിടെ നിൽക്കേണ്ടി വന്നാൽ, നിങ്ങൾ ഓർക്കണം, യോഹന്നാൻ സ്നാപകന്റെ പിതാവായ സെഖര്യാവ് പുരോഹിതൻ അന്ന് ഈ കൂറിൻ്റെ ക്രമപ്രകാരമാണ് വിശുദ്ധലത്തേക്ക് എന്നപ്പോഴാണ് അവിടെ ദൈവപ്രത്യക്ഷത ഉണ്ടാകുന്നതും യോഹന്നാൻ സ്നാപകന്റെ ജനനത്തെക്കുറിച്ചൊക്കെ ഉള്ളതായ വെളിപ്പാട് ലഭിക്കുകയും ചെയ്യുന്നു. പക്ഷേ തിരിച്ചിറങ്ങി വന്നപ്പോൾ സംസാരശേഷി ഇല്ലാത്തവനായിട്ടാണ്. അതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം, ബൈബിളിലുള്ള കാര്യങ്ങളാണ്. അത്രമാത്രം ഭയത്തോടുകൂടെ അടുത്ത് ചെന്നിരുന്നതായ സ്ഥലമാണ് കൃപാസനം. എന്നാൽ ഇവിടെ പറയുന്നു, അതുകൊണ്ട് കരുണ ലഭിപ്പാനും തൽസമയത്ത് സഹായത്തിനുള്ള കൃപ പ്രാപിപ്പാനുമായി നാം ധൈര്യത്തോടെ കൃപാസനത്തിനടുത്ത് ചെല്ലുക. അതുകൊണ്ട് എന്ന് പറയുമ്പോൾ എന്താണ്? ആകയാൽ അതിൻ്റെ 14 മുതലുള്ള വാക്യങ്ങൾ, 4-ാം അധ്യായം 14 മുതലുള്ളതായ വാക്യങ്ങൾ, എബ്രായ ലേഖനം. ആകയാൽ ദൈവപുത്രനായ യേശു ആകാശത്തിൽ കൂടി കടന്നുപോയൊരു ശ്രേഷ്ഠ മഹാപുരോഹിതനായി നമുക്കുള്ളതുകൊണ്ട് നാം നമ്മുടെ സ്വീകാര്യം മുറുകെ പിടിച്ചുകൊള്ളുക. നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല, പാപമൊഴികെ സർവ്വത്തിലും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടവനത്രേ നമുക്കുള്ളത്. അതുകൊണ്ട് നമുക്കൊരു മഹാപുരോഹിതനുള്ളതുകൊണ്ട്, നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിക്കുന്ന ഒരു മഹാപുരോഹിതനുള്ളതുകൊണ്ട്, നമുക്ക് വേണ്ടി നമ്മുടെ പാപത്തിൻ്റെ എല്ലാം ശിക്ഷയേറ്റ ഒരു മഹാപുരോഹിതൻ അവിടെ ഉള്ളതുകൊണ്ട്, അപ്പാ അവനോട് കരുണ കാണിക്കണം. ഈ ചോര അവന്റെ മേൽ പരേണ്ടതാണ്. തൻ്റെ രക്തത്താൽ നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരം വരുത്തിയ ഒരുവൻ നമുക്കുള്ളതുകൊണ്ട് ധൈര്യത്തോടെ എൻ്റെ അപ്പ എന്ന് വിളിച്ച് കയറി ചെല്ലാമെന്ന് എനിക്ക് നിങ്ങൾക്കും കിട്ടിയതായ ഭാഗ്യം. ജീവിതത്തിൽ കുറവുള്ളവരാണെങ്കിൽ, പോരായ്മയുള്ളവരാണെങ്കിൽ, എൻ്റെ കർത്താവെ ഞാൻ ഇന്ന തെറ്റ് ചെയ്തു പോയി, എന്ന് ക്ഷമിക്കണമേ എന്ന് പറയുമ്പോൾ അവൻ്റെ തിരുരക്തത്തിൻ്റെ അടയാളം നമ്മുടെ മേൽ പുരട്ടി നാം കൃപാസനത്തിൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ അവൻ്റെ രക്തത്തിൻ്റെ അടയാളം നമ്മുടെ മേൽ പുരട്ടി അവൻ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നവനാകയാൽ, തൻ്റെ അടുക്കൽ വരുന്നവർക്ക് വേണ്ടി അവൻ പക്ഷപാതം ചെയ്യുന്നവനാകയാൽ, നമുക്ക് വേണ്ടി ക്രൂശിൽ മരിച്ച ഒരു രക്ഷിതാവ് നമുക്കുള്ളതുകൊണ്ട്, അതുകൊണ്ട് കരുണ ലഭിപ്പാനും തൽസമയത്ത് സഹായത്തിനുള്ള കൃപാവിപ്പാനുമായി നാം ധൈര്യത്തോടെ കൃപാസനത്തിൻ്റെ അടുത്ത് ചെല്ലുക. ഞാൻ പറയട്ടെ, നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം കാര്യങ്ങളുണ്ടെങ്കിലും അതിനെല്ലാം വേണ്ട കൃപ അവൻ്റെ കൃപാസനത്തിലുണ്ട്. നാം പ്രാർത്ഥിക്കും, ധനിക നിൻ നിധി നിലയത്തിൽ നിന്ന് ഏകണമേ കൃപയും വാഴും. അവൻ്റെ നിധി നിലയം കൃപാസനത്തിൽ നമുക്ക് ഏതെല്ലാം കാര്യങ്ങൾക്ക് കൃപ വേണമോ അതിനെല്ലാമുള്ള കൃപ ധാരാളം അവൻ്റെ നിധി നിലയത്തിലുണ്ട്, കൃപാസനത്തിലുണ്ട്.
ഈ കൃപാസനം ഉണ്ടാക്കാൻ പറയുമ്പോൾ, മോശയോട് കൃപാസനം ഉണ്ടാക്കുന്ന കാര്യം പറയുമ്പോൾ ആ കൃപാസനത്തിൻ്റെ അളവ് കൊടുക്കുന്നുണ്ട്. അളവ് ഒന്ന് വായിക്കാം. പുറപ്പാട് പുസ്തകം 25-ാം അധ്യായം 17-ാം വാക്യം. പുറപ്പാട് പുസ്തകം 25-ാം അധ്യായം 17-ാം വാക്യം. നമുക്ക് ഒരു സാധനം, ഒരു പെട്ടിയിൽ നമ്മൾ എന്തെങ്കിലും വെച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു പാത്രത്തിൽ നമ്മൾ എന്തെങ്കിലും പകർന്നു വയ്ക്കുന്നു. ആ പാത്രത്തിന് അളവുണ്ട്. അപ്പോൾ ഒരു 10 ലിറ്റർ കൊള്ളുന്നതായ ഒരു ക്യാനാണെങ്കിൽ ആ ക്യാനിൽ 10 ലിറ്റർ മാത്രമേ കൊള്ളുകയുള്ളൂ. അതിന് അളവുണ്ട്. അപ്പോൾ ഈ കൃപ നിറച്ചിരിക്കുന്ന കൃപാസനം, അതിൻ്റെ അളവ് എത്രയാണ്? എത്രത്തോളം കൃപാസനത്തിലുണ്ട്, അതിൻ്റെ അളവ് എത്രയാണ്? പുറപ്പാട് പുസ്തകം 25-ാം അധ്യായം 17-ാം വാക്യം. തങ്കം കൊണ്ട് കൃപാസനം ഉണ്ടാക്കണം. അതിൻ്റെ നീളം 2.5 മുഴവും വീതി 1.5 മുഴവും ആയിരിക്കണം. മതി. ഇവിടെ പറഞ്ഞിരിക്കുന്ന അളവ് എത്രയാണ്? നീളം 2.5 മുഴം, വീതി 1.5 മുഴം. അതിൻ്റെ ഉയരം എത്രയുണ്ട്? ആ കൃപാസനം അതിൻ്റെ ഉയരം എത്രയുണ്ട്? ഉയരത്തിൻ്റെ അളവ് പറഞ്ഞിട്ടില്ല, അളവില്ല. ആ ഒരു പെട്ടിയാണ്, ആ ഒരു പേടകം പോലെയാണത്. അതിൻ്റെ നീളവുമുണ്ട്, വീതിയുണ്ട്. അതിൻ്റെ ഉയരം എത്രയാണെന്ന് പറഞ്ഞിട്ടില്ല. അതിൻ്റെ ഘനം എത്രയാണ് എന്ന് പറഞ്ഞിട്ടില്ല. എന്ന് പറഞ്ഞാൽ നമുക്ക് എത്രത്തോളം കൃപ വേണമോ അത്രത്തോളം തരാൻ അതിലുണ്ട്. എത്രത്തോളം വേണമെങ്കിലും തരാനുള്ള കൃപ ആ കൃപാസനത്തിലുണ്ട്. ദൈവത്തിന് സ്തോത്രം. ധനിക, നിന്നിധി നിലയത്തിൽ നിന്ന് ഏകണമേ കൃപയും വാഴും. അതിൻ്റെ ആ പാട്ടിൻ്റെ ആദ്യം ഓർക്കുന്നുണ്ടോ ബി സാറേ? ഒന്ന് പഠിക്കാം. സദതം തവ കരുണ വാതിലിൽ മുട്ടുന്നേ, ധനികാവിൻ നിധി നിലയത്തിൽ നേകണമേ കൃപയും വാഴ്വും. നീ എൻ ഗതി തുണ ചെയ്യുക, നിൻ സാക്ഷിയലച്ചിതനാകരുതേ. ശരണവുമെൻ ആശ്രയവും നീയേ. ധനികനായവൻ്റെ നിധി നിലയം. സമയം കടന്നുപോയല്ലോ. ധനിക, നിൻ നിധി നിലയത്തിൽ നിന്ന് ഏകണമേ കൃപയും വാഴും. എന്ത് ഭാരമെന്ന് മുട്ടിന്മേൽ വീണാലും, അയ്യോ നിൻ്റെ ഈ ഭാരത്തിൽ തരാനുള്ള കൃപ ഇതിലില്ലല്ലോ, തികയില്ലല്ലോ എന്നൊരു ആൻസർ നമുക്ക് കിട്ടില്ല. എത്ര പാപിയാണെങ്കിലും, എന്തെല്ലാം പോരായ്മകളും വീഴ്ചകളും തെറ്റുകളും കുറ്റങ്ങളും വന്നവനാണെങ്കിലും, ആർത്തലച്ചു വന്ന് ഈ കൃപാസനത്തിന് മുന്നിൽ വീഴുമ്പോൾ സുനോജ് പറഞ്ഞതുപോലെ യേശുക്രിസ്തുവിൻ്റെ പാദപീഠം ആ കൃപാസനം, അവൻ്റെ കുരിശിൻ്റെ ചുവടാണ് കൃപാസനം. ഇന്ന് നമുക്ക് വീഴാനുള്ള കൃപാസനം ക്രിസ്തുവിൻ്റെ പാദപീഠമാണ്. നാം വന്നങ്ങാർത്തലച്ച് വീഴുമ്പോൾ, അയ്യോ നിൻ്റെ ഈ കാര്യത്തിന് വേണ്ടി തരാൻ അതിനുള്ള കൃപയിലില്ലല്ലോ. എത്ര വേണമോ, എന്തോരം വേണമോ, ഏത് കാര്യത്തിന് വേണമോ, കൃപാസനത്തിന് അളവില്ല. വീതി നീളവുമുണ്ട്. ഘനം എത്ര എന്ന് പറഞ്ഞിട്ടില്ല. അത് എത്ര ഘനത്തിൽ ഉണ്ടാക്കണമെന്ന് പറഞ്ഞിട്ടില്ല. കാരണം അത് അളവ് കൂടാതെ നിർമ്മിക്കപ്പെട്ടതാ. എത്ര വേണമോ അത്രത്തോളം അതിലുണ്ട്. നമുക്ക് അവൻ്റെ അടുക്കിലേക്ക് കടന്നു ചെന്ന് ഈ കൃപ പ്രാപിച്ചവരായിട്ട് നിൽക്കണം. ദൈവത്തിന് സ്തോത്രം. ഞാൻ ഇന്നത്തെ ക്ലാസ് ഇവിടെ നിർത്തുകയാണ്. നമുക്ക് ദൈവം കൃപ തരുന്നുവെങ്കിൽ അതിൻ്റെ 1-2 വാക്യങ്ങളാണ് നാം ചിന്തിച്ചത്. തുടർന്ന് മൂന്നാം വാക്യം മുതലുള്ളത് അടുത്ത ചൊവ്വാഴ്ച നമുക്ക് ചിന്തിക്കാം.